നിങ്ങൾ ആദ്യം ഇത് പാട്ടാ പാടുന്നത്? ആദ്യം ഞാൻ ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടുന്ന നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാജുവേട്ടന്റെ പടം ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, മണിയമ്പല രാജു നായകനായ നമ്മുടെ പൃഥ്വിരാജ് നായകനായ പ്രിയമുള്ളവരെ, കൊച്ചിൻ പിച്ചോട്ടിലെ ആദ്യ ഗാനം ആട് ജീവിതം സിനിമയിലെ പെരിയോനെ രഘുമോനെ തുടങ്ങുന്ന ഗാനം. ഞാൻ ആ പാട്ട് പാടുന്നില്ല ചേട്ടാ. അനൗൺസ്മെന്റ് വേണ്ട, ഞാൻ തന്നെത്താനെ ഒരു കരോക്കെ ഇട്ടൊരു പാട്ട് പാടിക്കോളാം. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ വീട്ടി കണിക്കൊന്ന പൂമണിക്കമ്മലണിഞ്ഞു പുളിയിലക്കര കസവും ഉണ്ടഴിച്ചു തുഴയുന്നൊരു നാടൻ പണ്ണാണോ കണ്ണാടിക്കൂട്ടിലിരിക്കും ക്രീം പണ്ണിൻ എള്ളോളം മുള്ളി നിറച്ചോട്ടെ ഞാൻ കാപ്പിയിലത് മുക്കി കഴിച്ചോട്ടെ കാപ്പിയിലത് മുക്കി കഴിച്ചോട്ടെ. ചേച്ചി, ഞാൻ ഈ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. എന്റെ വീട്ടിൽ ഇതുപോലൊരു കള്ളം കയറി. രാത്രി 8 മണിയായപ്പം ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നു, എന്റെ ഭാര്യ മണിമുത്ത് കാണുന്നു സീരിയലി. ഈ സമയം നോക്കി ഇവ അടുക്കള വഴി അകത്ത് ചാടിയിട്ട് അവിടെ മൊത്തം ആരിക്ക് പറക്കി നോക്കി. എന്നിട്ട് അവൻ ഒരു 500-ന്റെ നോട്ടും ഒരു കത്തും എഴുതി എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് വലിഞ്ഞു കളഞ്ഞു. അപ്പൊ കത്തിലെന്തായിരുന്നു? ഇതുപോലൊരു ദരിദ്രവാസിയുടെ വീട്ടിൽ ഞാൻ ഇതുവരെ കേറിയിട്ടില്ല. ഈ 500 രൂപ അടുത്ത് നിന്റെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും തിന്നാനെങ്കിലും മേടിച്ചു കൊടുക്കാൻ അറിയുന്നു. നീ ഇവിടുത്തെ പട്ടിയുടെ കാര്യമല്ലോ അറിഞ്ഞായിരുന്നു? അയ്യോ, എന്തുപറ്റി? എടാ, ഇവിടെ ഒരു CCTV ഉണ്ടായിരുന്നു. ആ പട്ടി എടുത്ത് അത് വിഴുങ്ങിയടാ. അല്ല, ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു. അല്ല, ഒരു കാര്യം ചെയ്യ്, ഈ CCTV കണക്ട് സ്ക്രീനില്ലേ, അതിനകത്തൊന്ന് നോക്കി നോക്കാം. നോക്കിയെന്നാ ഇപ്പൊ കാണുന്നത് അതിന്റെ ആമാശയം, കൊടല്, പരള് ഇതൊക്കെയാ. അതെന്തായാലും കൊള്ളാം. എന്തായാലും ചാട, സമയമില്ല, ചാടത്തെ. ചാട. സ്വർണ്ണം ഉണ്ടേ? ഉണ്ട്. നമ്മോടെ നോക്ക്. ആഴമുള്ളതാന്നേ, നോക്കണേ. 10-60 പവനുണ്ട് കേട്ടാ, സൂക്ഷിച്ചെടുക്കണേ. പുളുവല്ല, സത്യവാ. എന്റെ വായി വെള്ളം കയറിയാന്ന്. സൂക്ഷിച്ചെടു. ചേട്ടൻ ഈ തേക്കടി എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാ ഞാൻ ഓർത്തത് എന്റെ ഒരു കൂട്ടുകാരനെ, വലിയ അടുപ്പമൊന്നുമില്ല, ഒരു കൂട്ടുകാരൻ. ഞാൻ നമ്മുടെ കല്യാണക്കുറി അങ്ങോട്ട് അവന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തേ. അപ്പൊ അവൻ ഇങ്ങോട്ട്, അവൻ അറിയാൻ തോന്നുന്നു നമ്മൾ ഹണിമൂണിന് തേക്കടിയിലാ പോകുന്നേനെ. എനിക്കൊരു റിപ്ലൈ, തേക്കടിന്ന്. അവൻ നിന്റെ കല്യാണം കൂടിയായിരുന്നോ? ഇല്ല, കല്യാണത്തിന് വന്നില്ല. ഞാൻ മെസ്സേജ് ഒന്നും കൂടി എടുത്ത് നോക്ക്, തേക്കടിന്ന് തന്നെയാണോ? എന്റെ ദൈവമേ, അച്ഛാ, അമ്മേ, ഞാൻ അതല്ല പറഞ്ഞത്. ചേട്ടാ അപ്രതീക്ഷിതമായി വരണുണ്ടെന്ന്. ഇവളെ പറഞ്ഞാ മതി. ഞാൻ പണ്ടേ പറഞ്ഞാണ് പ്രതീക്ഷയുമായിട്ടുള്ള കൂട്ട് നല്ലതല്ല. അവനോട്ട് കൂട്ടുകൂടി പറഞ്ഞു പട്ടാളത്തിൽ വിട്ടത്. ഇപ്പൊ പ്രതീക്ഷിനെ വിളിച്ചോണ്ട് വീണ്ടും ഇങ്ങോട്ട് വരുവാ. ദൈവമേ, പൊട്ടന്റെ അടുത്താണല്ലേ ശംഖു. അത് കറക്റ്റാ. പ്രതീക്ഷ എന്നല്ല പറഞ്ഞത്. അയ്യോ ചേട്ടൻ നമ്മളെയൊക്കെ അമ്പരപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അച്ഛാ. അങ്ങനെ പറ, അവനിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്റെ കൊച്ച, നിനക്കത് മലയാളത്തിൽ പറഞ്ഞാ പോരെ. ഈ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ാം ക്ലാസ്സിൽ തോറ്റി നിൽക്കുന്ന ഇവക്ക് അങ്ങനെ അറിയാനാ? എനിക്ക് മനസ്സിലായി. ആരാണ് 3ാം ക്ലാസ് തോറ്റത്? അന്തസ്സായിട്ട് 3ാം ക്ലാസ് പാസ്സായിട്ടായി നിൽക്കുന്നത് ഞാൻ. അയ്യോ, അതൊക്കെ വിട്. ചേട്ടൻ വരുമ്പോ ഞാൻ എന്തുണ്ടാക്കും വെച്ചാ? ദൈവത്തോർത്ത് വഴക്കുണ്ടാക്കരുത്. അവൻ സ്വസ്ഥമായിട്ടൊന്ന് അവന്ന് പട്ടാളത്തിലൊക്കെ നിന്നിട്ട് വരുവാ. അച്ഛന്റെ കാര്യം. അമ്മേ, ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള എന്താ? എനിക്ക് എല്ലാം ഉണ്ടാക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ മോന് മാമ്പഴ പുളിശ്ശേരി അവന് കമഴ്ന്നടിച്ച് വീഴും. അവനെന്നല്ല, മാമ്പഴ പുളിശ്ശേരി ചവിട്ടി കഴിഞ്ഞാൽ ആരായാലും കമന്നടിച്ച് വീഴും. അതല്ല പറഞ്ഞത്, അവന് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കണേ? നമുക്ക് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞുതരാം. ഞാനല്ലേ ഉണ്ടാക്കുന്നത്. നിങ്ങളോട് ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുട്ടായി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? പൊട്ട തെറ്റാണ് എഴുതിയത്. ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്താണല്ലോ കൊച്ചിന്. നിങ്ങൾ ഇങ്ങനെ കണക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ടീച്ചർ അടുത്ത് നല്ല കിഴുക്ക് കിട്ടും പറഞ്ഞേക്കാം. അയ്യോ അമ്മേ, ടീച്ചർ ഇപ്പൊ എന്നെ അടിക്കാറേ ഇല്ല. മാതാപിതാക്കൾ ചെയ്യുന്ന കുറ്റത്തിന് കുട്ടികൾ ഒന്നും ചെയ്യില്ലെന്ന ടീച്ചർ കുട്ടികളോടൊക്കെ പറഞ്ഞു. അയ്യോ, നല്ല അച്ഛനും മോളും. എന്നും രാത്രി അച്ഛൻ മോളെ പഠിപ്പിക്കാം കേട്ടോ. അപ്പൊ ടീച്ചർ നിന്റെ ദേഹത്ത് തൊടത്തേ. ഈ കൊച്ചിന് പറഞ്ഞു കൊടുക്കോ. ഈ സ്വന്തമായിട്ടേ ഈ കൂട് വെക്കാൻ പറ്റാത്ത പക്ഷി ഏതാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കൊച്ചിന് ഓർമ്മ കിട്ടുന്നില്ല. നീ പേടിപ്പിക്കുന്നുണ്ട്. വിഷയൊന്നുമില്ല. മോളിഞ്ഞ് വന്നേക്കളെ. നല്ല എന്റെ കുഞ്ഞല്ലേ താക്കൂട്. ഇഞ്ഞ് വന്നേക്കളെ. അച്ഛൻ ചോദിക്കട്ടെ, ഉത്തരം പറയാം മക്കള്. സ്വന്തമായിട്ട് കൂട് വെക്കാൻ കഴിയാത്ത ഒരു പക്ഷിയുടെ പേര് പറയൂ. കോഴി. കോഴിയോ? കോഴിക്ക് നമ്മളെല്ലാം കൂടുണ്ടാക്കി കൊടുക്കുന്ന, കോഴി തന്നെ കൂടുണ്ടാക്കത്തില്ലല്ലോ. ആ ശരിയാണല്ലോ.
പിന്നെ എന്നെ പഠിപ്പിച്ച സുഗുണമായിട്ട് പറഞ്ഞത് കുയിലെന്നാന്നല്ലേ സാർ എന്നെ പറ്റിച്ചതാ സാറ് ചത്തും പോയല്ലേ പോയി ചോദിക്കുകയും ചെയ്യാനും